ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? പഴുപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വെള്ളമാണ്. കരയാത്ത സമയത്തും എപ്പോഴും കണ്ണ് നിറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു റിമൈൻഡർ ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കണം. സാധാരണ നവജാത ശിശുക്കൾക്കും ആദ്യത്തെ 2-3 മാസത്തിലൊക്കെ ഇവിടെയുള്ളൊരു ഡെക്റ്റ് ബ്ലോക്ക് ആകുമ്പോൾ, കണ്ണുനീര് പോകുന്ന ഒരു ഡെക്റ്റ് ഉണ്ട്, ഒരു വഴിയുണ്ട്. അത് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ ഇതേപോലെ വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പതുക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കണ്ണിൻ്റെ കുഴിയിലൊന്ന് മസാജ് ചെയ്ത് താഴേക്ക് ഇതേ രീതിയിൽ മസാജ് ചെയ്യാം. ആ ടെക്നിക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റ് ചെയ്യണം. പല പാരൻസും ചെയ്യുക, ആദ്യത്തെ 1-2 ആഴ്ച ചെയ്യും, പിന്നെ നമ്മൾ മറന്നു പോകും. അങ്ങനെ യാതൊരുവിധ കാര്യവും പാടില്ല. കറക്റ്റ് ഇത് മാറുന്നത് വരെ നമ്മൾ മസാജിങ് ചെയ്യുക. ചെയ്തിട്ടും മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. സാധാരണ ഒരു വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട് നോക്കിയിട്ട്. ചില കുട്ടികൾക്ക് അത് വ്യത്യാസപ്പെടാം കേട്ടോ. ഒരു വയസ്സ് വരെ ചെക്ക് ചെയ്തിട്ടും ഈ വെള്ളം വരുന്നത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒരു പ്രോബിംഗ് എന്ന് പറയും, ചെറിയ രീതിയിലൊരു സർജറിയാണ്. ഇവിടുത്തെ ഡക്റ്റ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതിന് ഒന്ന് തുറപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ പ്രശ്നം, എപ്പോഴും കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അത് കുഞ്ഞിന് വല്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് കൺസൾട്ട് ചെയ്തിട്ട് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.